ഹലോ, അപ്പോൾ നമ്മൾ ഭയങ്കര ഹൈലി റിക്വസ്റ്റഡ് വീഡിയോ, മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് പേരുടെ പരാതികൾ നമ്മളിന്ന് പരിഹരിക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് ഇട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു, കോളർ നെക്കിൻ്റെ വീഡിയോ. കോളർ നെക്ക് വിത്ത് ബോക്സ് പ്ലേറ്റ്, ഇവിടെ ഒരു ബോക്സ് പ്ലേറ്റ് വരുന്ന പോലത്തെ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ ആ പാറ്റേൺ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മീഡിയം സൈസിലാട്ടോ ഇപ്രാവശ്യം ചെയ്യുന്നത്. അപ്പം മീഡിയം ടു ലാർജ് കാർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന പോലെയാണ് ഏകദേശം. പക്ഷേ നിങ്ങളുടെ ആ ഒരു ബസ്റ്റൊക്കെ, നിങ്ങളുടെ ആ ഒരു റൗണ്ട് നിങ്ങൾ നോക്കണം. ആ റൗണ്ട് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നാലും ഏകദേശം മീഡിയംകാർക്ക് എല്ലാവർക്കും ഈ സൈസ് ഫിറ്റ് ആവും. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. 3 മീറ്റർ തുണിയാണ് കേട്ടോ ഇവിടെ എടുത്തേക്കുന്നത്. 3 മീറ്റർ ഇല്ല, ഒരു 2.5 മീറ്ററിലും അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. പക്ഷേ എന്നാലും നല്ല നീളവും വീതിയും നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത്രയുള്ള സ്ലീവൊക്കെയാണ് പ്രാവശ്യം കൊടുക്കുന്നത്. ചെറിയ ചെറിയ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുന്ന കേസിൽ 3 മീറ്ററാണ് എപ്പോഴും പാറ്റേൺ ചെയ്യാനായിട്ട് നല്ലത്. എന്തെങ്കിലും ഒരു പാറ്റേൺ ചെയ്യാനായിട്ട് നമുക്ക് 3 മീറ്റർ തുണിയുടെ ആവശ്യകത ഉണ്ടാവും കേട്ടോ. അപ്പോൾ 3 മീറ്റർ തുണിയാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തേക്കുന്നത്. ഇനി നമ്മൾ ലൈനിങ്ങിലല്ല ഇപ്രാവശ്യം കട്ട് ചെയ്യുന്നത്, മെയിൻ ക്ലോത്തിലാണ് മാർക്ക് ചെയ്ത് കാണിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മെയിൻ ക്ലോത്തിൽ മാർക്ക് ചെയ്തതിന് ശേഷമാണ് ലൈനിങ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് 46 ആണ്. അത്യാവശ്യം ഹൈറ്റ് ഉള്ളവർക്ക് വരെ ഈ ലെങ്ത് ഓക്കെ ആയിരിക്കും. ബസ്റ്റ് 34, വേസ്റ്റ് 31, ഹിപ്പ് 39, നെക്ക് ഡെപ്ത് ഫ്രണ്ട് വേണം 6.5 എടുത്തേക്കുന്നത്. നെച്ചിയുടെ ഫുൾ ഷോൾഡർ വേണം. എന്താണെന്ന് വെച്ചാൽ കോളർ നെക്കാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ ആണ് ഫുൾ ഷോൾഡർ 15 ഇഞ്ച്, സ്ലീവ് ലെങ്ത് 15.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. സ്ലീവ് റൗണ്ട്, അതായത് സ്ലീവ് എൻഡ് ചെയ്യുന്ന പോർഷനിലെ റൗണ്ടാണിത്, 10 ഇഞ്ചാണ്. ആം ഹോൾ 15 ഇഞ്ച്. പിന്നെ നമ്മളൊരു ബോക്സ് പ്ലേറ്റ് ഇടുന്നുണ്ട്. ആ ബോക്സ് പ്ലേറ്റിൻ്റെ ലെങ്താണ് 11 ഇഞ്ച്. ഈ 11 ഇഞ്ച് എവിടെയാണ് വരുന്നതെന്ന് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ഈ ലെങ്തിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഷോൾഡറിൽ നിന്ന് നമ്മൾ സാധാരണ ലെങ്ത്തൊക്കെ കാൽക്കുലേറ്റ് എടുക്കത്തില്ലേ, അതുപോലെ ഷോൾഡറിൽ നിന്ന് നമ്മുടെ ഒരു ബസ്റ്റിൻ്റെ എൻഡ് ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ടാവുമല്ലോ, ബസ്റ്റിൻ്റെ നേരെ താഴെയൊക്കെ ആയിട്ട് വരും കേട്ടോ. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും ഈ 11 ഇഞ്ച് എവിടെയാണ് വരുന്നതെന്ന്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ഹൈറ്റ് അനുസരിച്ച് ഈ 11 ഇഞ്ച് എന്നുള്ളത് മാറ്റി മറിച്ചും കൊടുക്കേണ്ടി വരും കേട്ടോ. അത് നിങ്ങൾ ഉചിതം പോലെ ചെയ്യണം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാവേ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് തുണി ജസ്റ്റ് ഫുള്ളിങ്ങനെ എടുത്തിട്ട് ഇതിനെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിട്ടേക്കുവാണേ. രണ്ടായിട്ട് ആദ്യം നമ്മൾ ടോപ്പിൻ്റെ ബാക്ക് പോർഷനാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടായിട്ട് ഇട്ടേക്കുവാണ്. ഇതിനിപ്പോൾ ഡയറക്ഷൻ ഒന്നും ഇല്ലാത്ത പോലത്തെ ഒരു തുണിയാണ്. ഇല്ലാത്ത മീൻസ് അങ്ങോട്ടും പൂവ് ഇങ്ങോട്ടും പൂവ് പോകുന്നുണ്ട്. തലയും കുത്തിയും നേരെയും പൂവ് വരുന്നതുകൊണ്ട് നമുക്കിത് എങ്ങനെ വേണമെങ്കിലും തുണി എടുക്കാൻ കുഴപ്പമില്ല. പക്ഷേ ചില വർക്കെന്ന് പറയുമ്പോൾ അങ്ങോട്ട് മാത്രമായിരിക്കും പൂക്കൾ പോകുന്നത്. അങ്ങനെയുള്ള കേസിൽ നിങ്ങൾ ആ പൂക്കളുടെ ഡയറക്ഷൻ നോക്കി വേണം കട്ട് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഇവിടെ തലയും കുത്തിയും നേരെയും ഒക്കെ പൂക്കളുള്ളതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇഷ്ടമുള്ള പോലെ എന്ന് വെച്ചാൽ കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ട്, എല്ലാം പറഞ്ഞ വീഡിയോയുടെ വേണം. അപ്പോൾ നമ്മൾ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ലെങ്താണ് ഫസ്റ്റ് തന്നെ നമ്മൾ ലെങ്താണ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ടോട്ടൽ ലെങ്ത് 46 ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ 46ഉം അതിന് വേണ്ടിയിട്ടുള്ള തയ്യൽ തുമ്പും കൂടി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേ താഴത്തു നിന്നാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 46ൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൂടെ ചേർത്ത് 47 വേണം. ഇനി മേളത്തെ സീം അലവൻസും കൂടെ ചേർത്ത് ഞാനൊരു 47.5 ഇടുന്നുണ്ട് കേട്ടോ. ഷോൾഡറിൻ്റെ അവിടുത്തെ സീം അലവൻസും ഏറ്റവും താഴത്തെ സീം അലവൻസും എല്ലാം കൂടെ ചേർത്ത് ഒരു 1.5 ഇഞ്ച് ഞാൻ കൂടുതൽ എടുക്കുന്നുണ്ട്. 46 നമുക്ക് വേണ്ടത്, 47 എടുക്കുന്നുണ്ട്. അപ്പോൾ 47 എടുത്തതിന് ശേഷം ഇവിടെ ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിനി ഷോൾഡർ ലൈൻ വരയ്ക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഷോൾഡറിന് വേണ്ടിയിട്ടുള്ള സീം അലവൻസ് നമ്മളൊരു 1/2 ഇഞ്ച് ഇവിടുന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണേ. നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നൈസിയുടെ ഷോൾഡർ എന്ന് പറയുന്നത് 15 ഇഞ്ചാണ്. നമ്മൾ ഫുൾ ഷോൾഡർ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് 15 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ 15 / 2 കൊടുക്കുമ്പോൾ നമുക്ക് 7.5 കിട്ടും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നിന്ന് മൈനസ് ഒന്നും ചെയ്യാനില്ല. എത്രയാണോ ഫുൾ ഷോൾഡർ, ആ ഫുൾ ഷോൾഡറെ / 2, അപ്പം 7.5 കിട്ടും കേട്ടോ. ഇനി നമുക്ക് ആ 7.5 ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 7.5 ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുവാണേ. ആദ്യം നമ്മളിപ്പം 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി അടുത്തതായിട്ട് മാർക്ക് ചെയ്യേണ്ടത് കഴുത്തകലമാണ്. ഞാനിവിടെ ഒരു 3.5 ഇഞ്ച് കഴുത്തകലം എടുക്കുന്നുണ്ട് കേട്ടോ. കോളർ നെക്കിൽ സ്മോൾ സൈസിന് ഞാൻ എടുത്തത് 3 ഇഞ്ചാണ്. നൈസ് മീഡിയം സൈസ് ആയതുകൊണ്ട് നമ്മളൊരു 3.5 ഇഞ്ച് കഴുത്തകലം കൊടുക്കുന്നുണ്ട് കേട്ടോ.
3.5 ഇഞ്ച് കഴുത്തകലം മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്നത് ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുവാണേ. അപ്പോൾ ഷോൾഡർ സ്ലോപ്പ് നമ്മൾ ഇതുപോലെ വരച്ചു. ഇനി നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്നാണ് കാണാൻ പറ്റുന്നുണ്ട് ഈ മഞ്ഞ കളറും കൂടി. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഷോൾഡർ സ്ലോപ്പ് ഇനി ഇത് നമുക്ക് ഇല്ല കേട്ടോ, ഇൻറ്റു ആണ് ഇവിടെ. ഇത് നമ്മളിനി യൂസ് ചെയ്യത്തേ ഇല്ല. ഇനി നമ്മൾ ഇവിടെ നിന്നാണ് മാർക്ക് ചെയ്ത് തുടങ്ങുന്നത്. ഇനി നമ്മൾ ഇവിടുന്ന് താഴത്തേക്ക് മാർക്ക് ചെയ്യണം. എപ്പോഴും നമ്മൾ ആം ഹോൾ കണ്ടുപിടിച്ചെടുക്കണം എങ്ങനെയാണെന്ന് എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളത് കണ്ടുപിടിച്ചെടുക്കണം. നമുക്കിപ്പോൾ ഏകദേശം ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ബസ്റ്റ് റൗണ്ട് നൈസിൽ 34 ആണ്. അപ്പോൾ ബസ്റ്റ് 34 ഡിവൈഡഡ് ബൈ 4 നോക്കണം. അപ്പോൾ നമുക്ക് 8.5 ഇഞ്ചാണ് വന്നേക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മൊത്തം 9 ഇഞ്ച്. ഇവിടെ നമ്മൾ 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഞാൻ 2 ഇഞ്ച് ഇടാറുണ്ട്. 2 ഇഞ്ച് ഇടുക എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. 1.5 ഇഞ്ചും 1 ഇഞ്ചും നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ 2 ഇഞ്ച് ഇടാറുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഇതിന് മുന്നേ ആം ഹോൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യണമെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. 8 ഇഞ്ചിൻ്റെ നേർ പകുതി മാർക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ പോയിന്റിലും മുട്ടണ പോലെ നമ്മൾ ഫ്രഞ്ച് കർവ് വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അളന്ന് നോക്കണം. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈസിയുടെ ആം റൗണ്ട് എന്ന് പറയുന്നത് 15 ഇഞ്ചാണ്. 15ൻ്റെ കൂടെ 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൂടെ ചേർക്കുമ്പോൾ 16 ഇഞ്ച് കിട്ടും. 16 ഇഞ്ച് ഡിവൈഡഡ് ബൈ 2 കൊടുക്കാൻ നേരത്ത് 8 ഇഞ്ച്. ഇനി ഇത് 8 ഉണ്ടോ എന്ന് നമ്മൾ അളന്ന് നോക്കുവാണേ. ഇത് കൂട്ടരുത്, ഇത് കളഞ്ഞിട്ടുള്ള ഇവിടെ മുതൽ സ്ലോപ്പ് മുതൽ വേണം നമ്മൾ അളന്ന് നോക്കാനായിട്ട്. ഇങ്ങനെ വെച്ചു അളന്ന് വന്നപ്പോഴത്തേന് 8 ഇഞ്ചിനേക്കാളും കൂടുതലുണ്ട്. ഇത് 8.5 ഇഞ്ചോളം വന്നു. നമുക്കപ്പോൾ 8.5 ഇഞ്ച് വേണ്ട, 8 ഇഞ്ച് മതി. അപ്പോൾ നമ്മുടെ ആം ഹോൾ കൂടുതലാണെന്നാണ് അതിനർത്ഥം. അപ്പോൾ നമ്മളൊരു 1/2 ഇഞ്ചും കൂടെ കുറച്ച്, ഒരു 3/4 ഇഞ്ച് കുറച്ചേക്കാം കേട്ടോ. ഒരു 7.4 കേട്ടോ ഇപ്പോൾ വെച്ചേക്കുന്നത്. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് നോക്കുവാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ചോക്കിട്ടല്ല ഈ പരാക്രമം ഒന്നും കാണിക്കേണ്ട. മറ്റേ അയൺ ചെയ്യുമ്പോൾ മാഞ്ഞു പോകുന്ന പേനയിട്ട് വേണം കേട്ടോ വൈറ്റിലൊക്കെ മാർക്ക് ചെയ്യാനായിട്ട്. എൻ്റെ കയ്യിൽ ആ പേന തീർന്നു പോയി, അതുകൊണ്ടാണ്. പിന്നെ ഇത് മഞ്ഞ കളറായതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരിക്കും. ചിലപ്പോൾ ഇത് കഴിയുമ്പോൾ എൻ്റെ ചേച്ചി തന്നെ തല്ലും. ഇനി നമുക്ക് ഒന്നുകൂടെ മാർക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ 8 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു പോയിൻറ്റിൻ്റെ കുറവൊന്നും കുഴപ്പമില്ല കേട്ടോ. 8 വന്നിട്ടുണ്ട്. ഒരു പോയിൻറ്റിൻ്റെ വ്യത്യാസമുണ്ട്, അത് പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് ആം ഹോൾ കിട്ടി. ഇനി നമുക്ക് വേസ്റ്റും ഹിപ്പും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ വേസ്റ്റാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. വേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഷോൾഡറിൻ്റെ അവിടെ നിന്ന് 13.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. 13.5 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം അവിടെ നിന്ന് നമ്മൾ 7.25 ഇഞ്ചാണ് നൈസിയുടെ വേസ്റ്റ് വരുന്നത്. അതായത് 31 ഡിവൈഡഡ് ബൈ 4 കൊടുക്കാൻ നേരത്തെ 7.25 വരും. അത് നമ്മൾ 7.25ൻ്റെ കൂടെ റൗണ്ടാക്കി 8 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ 2 ഇഞ്ച് തയ്യൽത്തുമ്പോൾ കൂടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമ്മൾ ഹിപ്പാണ് മാർക്ക് ചെയ്യുന്നത്. അത് നമ്മൾ ഇവിടുന്ന് താഴത്തേക്ക് നോർമലി നമ്മുടെ സ്ലിറ്റൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കത്തില്ലേ, ആ ഒരു വശത്തായിട്ടായിരിക്കും നമ്മൾ ഹിപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമുക്കൊരു 19 ഇഞ്ച് എടുക്കാം. 19 ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് ഹിപ്പ് നൈസിയുടെ വരുന്നത് 39 ആണ്. 39 ഡിവൈഡ് ബൈ 4 കൊടുക്കാൻ നേരത്ത് 9.25 വരുന്നുണ്ട്. അത് നമുക്ക് 10 ഇഞ്ചായിട്ട് റൗണ്ടിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു ലൂസും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ 4 ഇഞ്ച് 1/2 ഇഞ്ചൊക്കെ എടുക്കുന്നത്. അപ്പോൾ 10 ഇഞ്ചിൻ്റെ കൂടെ ഞാൻ 2 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വരകളെല്ലാം കൂടെ ഈ ഡോട്ടഡ് ലൈൻസ് എല്ലാം കൂടെ യോജിപ്പിച്ചേക്കണത് ഈ ഔട്ടർ ലൈനുമായിട്ടാണ് കേട്ടോ, ഔട്ടർ ഡോട്ട്സുമായിട്ടാണ്. അതായത് ഈ 2 ഇഞ്ച് ഷേപ്പ് 2 ഇഞ്ച് ലൂസ് ഇട്ട് നമ്മൾ വരച്ചേക്കണതാണ്. ഇതാണ് നമ്മൾ അകത്ത് വരച്ചേക്കുന്ന വര കേട്ടോ. ഇനി നമുക്ക് ഏറ്റവും താഴത്തെ എ ലൈനാണ് ബാക്കിൽ വരുന്നത്. ബാക്കിലും ഫ്രണ്ടിലൊക്കെ എ ലൈനായിട്ടുള്ള പാറ്റേണാണ് വരുന്നത്. ഇനി നമുക്കിത് ഫുള്ള് കംപ്ലീറ്റ് ഇതേപോലെ വരച്ചു കൊടുക്കാവേ. ഇത് ഇങ്ങനെ ടോട്ടൽ ഫുൾ വീതി നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ അറ്റം വരെ വരച്ചു കൊടുത്തു. ഇനി നമ്മൾ ഇവിടെ നിന്നൊരു 2.5 ഇഞ്ച് മേളിലേക്ക് മാർക്ക് ചെയ്തെടുക്കണം. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറ്റി വെട്ടണം, ഇല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ തൂങ്ങി കിടക്കും കേട്ടോ ഈ സൈഡ്. അപ്പോൾ 2.5 ഇഞ്ച് നമ്മളിത് ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വളച്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാക്കിൻ്റെ മാർക്കിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്ത് ബാക്കിൻ്റെ നെക്കും കൂടെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നെക്ക് ഒരു 1/2 ഇഞ്ച് താത്തി വരച്ചാൽ മതി കേട്ടോ. ഈ ഒരു ഇവിടെ നമ്മൾ വരച്ചിട്ടില്ലേ, ഈ ഒരു ലൈനിലേക്ക് ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി.
കോളറാണ് നമ്മൾ വെക്കണം. ഒരു 1/2 ഇഞ്ച് താത്തി വരയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു റൗണ്ട്, ഒരു ചെറിയൊരു 1/2 ഇഞ്ചിൻ്റെ റൗണ്ടേ ഉള്ളൂ കേട്ടോ. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് നെക്ക് കട്ട് ചെയ്ത് ഷോൾഡർ സ്ലോപ്പ് വരച്ചത് കട്ട് ചെയ്ത്, നിങ്ങൾ മറന്നു പോകാതെ നമ്മൾ കറക്റ്റായിട്ടുള്ള വരയെ കൂടി തന്നെ കട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ലൈനിങ് കട്ട് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാവേ. ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ലൈനിങ് നമ്മൾ ഈ ഒരു സമയത്തായിരിക്കും കട്ട് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ഇത് പാറ്റേൺ ആയതുകൊണ്ട് കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ഇടക്കിടക്ക് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഏതെങ്കിലും ഒരു പോയിന്റ് മിസ്സായിട്ടുണ്ടെങ്കിൽ പാടായിരിക്കും കേട്ടോ. നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാം. ലൈനിങ് ഇതേ 2 പീസുണ്ട് കേട്ടോ. ഫ്രണ്ടും ബാക്കും ഒന്നിച്ചിട്ടാണ് നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2.5 മീറ്റർ ലൈനിങ് ഒക്കെ മതിയാവും. അപ്പോൾ നമ്മൾ 2.5 മീറ്റർ ലൈനിങ് എടുത്തതിന് ശേഷം ഇതേപോലെ 4 പീസ് വരുന്ന പോലെ കട്ട് ചെയ്ത്, 4 പീസ് മീൻസ് രണ്ട് പീസ്, അത് രണ്ടായിട്ട് ഒരു പീസ് മടക്കിയിട്ടതാണ്. അങ്ങനെ ഇതുപോലെ മടക്കിയിട്ട് 4 പീസ് വരും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടില്ലേ, അതങ്ങനെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഒരു ലേശം ഒന്ന് വ്യത്യാസം വരുത്തി ഇട്ടാൽ മതി. ഇത് ഒരു ഇഞ്ച് ഡിഫറൻസ് വരുത്തി ഇട്ടാൽ മതി. കാരണം എനിക്ക് ലൈനിങ് ഒപ്പം നിൽക്കണമെന്നാണ് ഇഷ്ടം. ഒരു ശകലം വ്യത്യാസത്തിൽ നിൽക്കുന്നത് കാണുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ലൈനിങ് കയറി നിൽക്കുന്നത് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കണം ഇതിൻ്റെ മുകളിലേക്ക്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടുത്തെ നെക്ക് പോർഷൻ ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല കേട്ടോ. ജസ്റ്റ് ഈ ഒരു ഔട്ടർ ലെയർ മാത്രം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുവാണ്. ഇനി ഇവിടെ കോട്ടൺ ലൈനിങ് ആയതുകൊണ്ട് തന്നെ ലൈനിങ്ങിന് വീതിയില്ല. അപ്പോൾ ഇവിടെ കുറച്ച് കുറവ് വരും. ഇത്രയും കുറവുണ്ട്, നമുക്ക് ലൈനിങ് ഇല്ല ഇവിടെ. അപ്പം ഈ കട്ട് ചെയ്യുന്ന ഈ പീസ് ഉണ്ടല്ല, ഇത് ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് 4 പീസ് തന്നെ നമുക്ക് കിട്ടുവേ. അത് തേരും കൂടി ഇങ്ങനെ ചേർത്തിട്ട് കൊടുത്താൽ മതിയേ. നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് മേളിലേക്ക് മീതിയിലേക്കൊന്ന് ഇവിടെയും ഇതുപോലെ തന്നെ 2.5 ഇഞ്ച് മേളിലേക്ക് കയറ്റി കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ ലൈനിങ്ങിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. സിമ്പിളാണ് തയ്ക്കാനായിട്ട്, പക്ഷെ കുറച്ച് ട്രിക്കിയാണ്. ട്രിക്കി മീൻസ് അങ്ങനെയല്ല, നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ കണ്ടാൽ മതി. അപ്പോൾ തന്നെ നമ്മൾ ഫ്രണ്ടും ബാക്ക് ലൈനിങ് കട്ട് ചെയ്ത് കഴിഞ്ഞു, ബാക്ക് നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ പീസെല്ലാം മാറ്റി വയ്ക്കാം. ഇനി ഫ്രണ്ടിൻ്റെ ലൈനിങ്ങിൽ മാത്രം ചില ചേഞ്ചസ് വരുത്തണം. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്തില്ല, അത് അങ്ങനെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം. 7.4 നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്ത് 7.4 ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ നിന്ന് 7.5 ഇഞ്ചായിരുന്നേ. നമ്മൾ കറക്റ്റായിട്ട് ഇതെല്ലാം മാർക്ക് ചെയ്തെടുക്കണം. 7.5 ഇഞ്ച് ഷോൾഡർ നമ്മൾ നേരത്തെ 7.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. ഇവിടെ നമ്മൾ 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ വരച്ചു കൊടുക്കണം. അതുപോലെ തന്നെ വരച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ 3/4 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ ഇവിടെ കൊണ്ടുവന്നിട്ട് കറക്റ്റ് 3/4 ഇഞ്ച് നമ്മൾ ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചേക്കണം 7.5 ഇഞ്ചിലേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ ആം ഹോൾ കർവ് ഉപയോഗിച്ച് നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് ചെയ്യണം. പകുതി മാർക്ക് ചെയ്തെടുക്കണം.
ഇവിടെ എത്രയാണ് നിനക്ക് മാർക്ക് ചെയ്ത് 9 ആയിരുന്നു. തയ്യൽത്തുമ്പ് ചേർത്ത് 9 ആയിരുന്നു. എന്നിട്ടത് ഇതുപോലെ നമ്മൾ ഒന്ന് കുഴിച്ച് കയറ്റണം കേട്ടോ ഉള്ളിലേക്ക്. എന്ന് വെച്ചാൽ ഇവിടെ എക്സസ് ആയിട്ട് തുണി വരും, നമുക്ക് പുറകിലൊക്കെ അത്ര വീതി ഫ്രണ്ടിൽ ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ 3/4 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റിയത് ഇതുപോലെ. ഈ 3/4 ഇഞ്ച് കയറ്റുന്നത് കോളർ നെക്കിൻ്റെ കേസിൽ മാത്രമേ 3/4 ഇഞ്ച് ഉള്ളിലോട്ട് കയറ്റുള്ളൂ കേട്ടോ. അല്ലാത്ത പക്ഷേ 1/2 ഇഞ്ചൊക്കെ ഡിഫറൻസ് ആയിരിക്കും, ഓരോ പാറ്റേൺ അനുസരിച്ച് അത് മാറും കേട്ടോ. അപ്പോൾ ഈ കേസിൽ മാത്രം 3/4 ഇഞ്ച്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് പോർഷൻ നമുക്ക് കറക്റ്റായിട്ട് കിട്ടി. ഇനി ഇതിൻ്റെ ബാക്ക് നമുക്ക് ഇപ്പം മാർക്ക് ചെയ്യാൻ ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് ഇപ്പം ഈ സമയത്ത് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. 3.5 ഇഞ്ചാണ് നമ്മൾ കഴുത്തകലം എടുക്കുന്നത്. 3.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നൈസിയുടെ നെക്കിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 6.5 ഇഞ്ചാണ്. അപ്പോൾ 6.5 ഇഞ്ച് ഇവിടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടുന്ന് 3.5യും 6.5യും കൂടെ ചേർത്തൊരു വീനെക്ക് നമുക്ക് വരച്ചു കൊടുക്കാവേ. വീനെക്ക് വരച്ചു കൊടുത്തതിന് ശേഷം ഒരു ചെറുതായിട്ട് വീനെക്ക് ഒന്ന് വൈഡാക്കുന്നുണ്ട്. ഒരു 1/2 ഇഞ്ച് ഇപ്പുറത്തോട്ട് മാറ്റി ഒരു പോയിൻ്റ് കൊടുത്തിട്ട് ഇങ്ങനെ ഈ 1/2 ഇഞ്ചൊക്കെ കൊള്ളിച്ച് ഇങ്ങനെ മാർക്ക് ചെയ്യണം. അപ്പോൾ ചെറുതായിട്ടൊരു വീനെക്ക് ഫോം ചെയ്തിട്ടുണ്ട്, ഒരു വൈഡ് വീനെക്ക്. എന്നിട്ട് നമുക്ക് ഈ വീനെക്ക് ഇപ്പം തന്നെ കട്ട് ചെയ്തേക്കാം. സെറ്റല്ലേ? അപ്പം നമ്മുടെ ലൈനിങ്ങിൻ്റെ കട്ടിങ് കഴിഞ്ഞു കേട്ടോ, ഫ്രണ്ടിൻ്റെ. ഇനി നമ്മൾ വരച്ച് വെച്ചിരുന്ന ഇനി നമ്മൾ ഫ്രണ്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഫ്രണ്ട് പോർഷൻ ഇതുവരെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫ്രണ്ട് പോർഷൻ നമ്മൾ നേരത്തെ കട്ട് ചെയ്തതിൻ്റെ നേരെ മറുവശം എടുക്കണം, സ്ട്രെയിറ്റ് ആയിട്ടുള്ള വശം. നമുക്ക് ഇവിടെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാവേ. ഇനി ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പോർഷൻ നമ്മളിവിടെ എടുത്തു കേട്ടോ, കട്ടിങ് ഒന്നും ഇല്ലാത്ത ആ ഒരു പോർഷൻ നേരെ ഓപ്പോസിറ്റ് സൈഡ് എടുത്തു. എന്നിട്ട് നമ്മൾ ടോട്ടൽ ലെങ്ത് തയ്യൽത്തുമ്പ് ഉൾപ്പെടെ നമ്മൾ നേരത്തെ എടുത്തിരുന്നത് 47 അരയായിരുന്നേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു 47 അര മാർക്ക് ചെയ്തെടുക്കുവാണ്. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലൊരു ലൈൻ കൊടുക്കണം. 47 അരയിലൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കണേ. നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. 47 അരയുടെ ഈ പീസ് കട്ട് ചെയ്തെടുക്കാവേ. ഇതിലേക്ക് ഈ ലൈനിങ് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ ഒരു ബോക്സ് ആയിട്ട് നമ്മൾ വെട്ടിയെടുത്ത പീസിൻ്റെ മേളിലേക്ക് ലൈനിങ് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ നേരത്ത് ഈ ലൈൻ വരുന്നത് കണ്ടോ, ഈ ലൈൻ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് ഇവിടെയൊക്കെ കംപ്ലീറ്റ് കൊള്ളുന്നുണ്ടല്ലോ. ഇതിൻ്റെ മേളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഈ ലൈൻ വരുന്നത് ഇവിടെ ഇങ്ങനെ വരച്ചെടുക്കണം കേട്ടോ. ഇത് നമുക്ക് ഇത്ര എക്സസ് ആയിട്ടുള്ള പോർഷനാണ്. ഇതാണ് നമ്മൾ ബോക്സ് പ്ലേറ്റ് ഇടേണ്ട തുണി. അതായത് ഇങ്ങനെ അറ്റത്തേക്ക് ഈ തുണി ഇങ്ങനെ നീക്കിയിടണം. നീക്കിയിട്ട് കഴിയുമ്പം ഈ കിട്ടുന്ന പോർഷനാണ് നമ്മൾ ബോക്സ് പ്ലേറ്റിന് വേണ്ടിയിട്ട് ഇടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ വരച്ചു കൊടുക്കണം ഈ ലൈൻ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ നിങ്ങൾക്ക് ഇത്രയെങ്കിലും പോർഷൻ വേണം കേട്ടോ, ഒരു ശകലം തുണി വേണം. ഇവിടെ നമ്മളിത് ബോക്സ് പ്ലേറ്റ് ഇട്ടതിന് ശേഷം ഇതിലേക്കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ഇത് കംപ്ലീറ്റ് ഇവിടെ തികയണം എന്നില്ല കേട്ടോ. ഇവിടെ ഇത് കുഴപ്പമില്ല. ഈ ഒരു ലൈനിങ് ഇല്ലാത്ത പോർഷൻ കണ്ടില്ലേ, ഇവിടെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇവിടെ എക്സ്ട്രാ കുറച്ച് പീസ് ലൈനിങ് വരും, അത് കുഴപ്പമില്ല. ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഈ ലൈൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇപ്പുറത്ത് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ മാർക്ക് ചെയ്യേണ്ടതല്ല, ഇതിൻ്റെ റോങ് സൈഡിലാണ് കേട്ടോ മാർക്ക് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഇട്ടപ്പോൾ കറക്റ്റ് റൈറ്റ് സൈഡിലാണ് ഇട്ടത്. അപ്പോൾ നമുക്ക് റോങ് സൈഡിൽ ഇതിൻ്റെ മാർക്കിങ് കൊടുക്കാവേ. ഓൾറെഡി നമുക്ക് കാണാം അതിങ്ങനെ നെല്ലടിക്കണ പോലത്തെ തുണി ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ റോങ് സൈഡിൽ മാർക്കിങ് ഇട്ടു. ഇനിയാണ് നമ്മൾ 11 ഇഞ്ച് യോക്ക് ലെങ്ത് എന്നും പറഞ്ഞ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, യോക്ക് ലെങ്ത് ബോക്സ് പ്ലേറ്റിൻ്റെ 11 ഇഞ്ച്, അതാണ് നമ്മൾ ഇനി ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട. ഈ മേളിൽ നിന്ന് താഴത്തേക്ക് 11 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. 11 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഇവിടെയാണ് നമ്മൾ ബോക്സ് പ്ലേറ്റ് ഇടുന്നത്. ഇനി ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഇനി ബാക്കി കട്ടിങ്ങും കാര്യങ്ങളും വരുന്നത് കേട്ടോ. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു 11 ഇഞ്ച് അപ്പുറത്തെ വശത്ത് വരച്ചിട്ടുണ്ടായിരുന്നു. ആ 11 ഇഞ്ച് നമ്മൾ റോങ് സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. റോങ് സൈഡിലാണ് നമ്മൾ ഇതിൻ്റെ അടിപ്പ് വരുന്നത് കേട്ടോ. അപ്പോൾ 11 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുക്കണം, ഇവിടെ നിന്ന് ഇവിടെ വരാം. ആ ലൈനിൽ കൂടെ അടിക്കാൻ പോവുകയാണേ. ഇതാണ് നമ്മുടെ ബോക്സ് പ്ലേറ്റ്.
നമുക്ക് നന്നായിട്ടൊന്ന് കെട്ടിട്ട് തുടങ്ങാം. കെട്ടിട്ട് നിർത്തി കേട്ടോ. അവിടെ 2 അടി വേണമെങ്കിൽ കൊടുത്താൽ മതി. ഞാൻ 2 അടി കൊടുക്കണ്ടെന്ന് വിചാരിച്ച് പോയിട്ട് കൊടുത്തേക്കാന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ അത് ഇതുപോലെ ആയിരിക്കും ഉണ്ടാകുന്നത്. ഇവിടെ നമ്മൾ അടിച്ചു തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഉണ്ടാകുന്നത്. ഈ ഒരു സംഭവം നമ്മൾ തുറന്ന് ഈക്വലായിട്ട് 2 സൈഡിലോട്ടും വെച്ച് കൊടുക്കണം. ഇതുപോലെ തുറന്ന് വെക്കണം 2 സൈഡിലേക്ക്. ഓക്കെ അല്ലേ? ഇതാണ് ബോക്സ് പ്ലേറ്റ്. ഇവിടെ ഒരു ബോക്സ് പ്ലേറ്റ് ഫോം ചെയ്യും. അപ്പം ഇവിടെ മേളിലായിട്ട് ഇനി എടുത്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. നീറ്റായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കണേ. ഇനി നമ്മളിത് മടക്കി ഇതുപോലെ തന്നെ വൃത്തിയായിട്ട് എടുത്ത് മടക്കി ഇടണം കേട്ടോ. 2ആയിട്ട് മടക്കി ഇടണം. എന്നിട്ട് ഇതിൻ്റെ മേളിലേക്ക് ഈ ലൈനിങ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ലൈനിങ് അതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഇട്ട് കൊടുക്കണം കറക്റ്റായിട്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. കട്ടിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത്ര ഉള്ളൂ നമ്മുടെ കട്ടിങ്. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് തന്നെ ആയിരിക്കും ഈ കഴുത്ത് അടിച്ച് മറിച്ചെടുക്കുന്ന സിസ്റ്റമാണ് കേട്ടോ. ലൈനിങ് വെച്ച് തന്നെ നമ്മൾ കഴുത്ത് അടിച്ച് മറിച്ചെടുക്കും. അപ്പോൾ നമുക്കതൊക്കെ ഇങ്ങനെയാണെന്ന് കാണാം. നമുക്ക് ബാലൻസ് ഉള്ള ഈ തുണി ഇത്ര നമുക്ക് ബാലൻസ് ഉള്ളൂ. ഇത് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി എടുക്കാം. അതിനായിട്ട് നമ്മൾ 4ആയിട്ട് മടക്കിയിടണം കേട്ടോ. സ്ലീവ് ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം സ്ലീവിന് വേണ്ടിയിട്ട് നമ്മൾ ടോട്ടൽ എടുക്കേണ്ടത്, സ്ലീവിൻ്റെ ലെങ്ത് എന്ന് പറയണത് 15.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ച് പടി കൊടുക്കുന്നുണ്ട് നൈസിക്ക്. ബാക്കി 15 ഇഞ്ചിലാണ് നമുക്ക് സ്ലീവ് വേണ്ടത്. ലോങ് സ്ലീവ് ഇത്ര വന്നിട്ട് ഇവിടെ നമുക്ക് കുറച്ച് 2-3 കുട്ടി ഗ്യാദേഴ്സ് കൊടുക്കുന്ന പോലത്തെ സ്ലീവാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ലീവിൻ്റെ ലെങ്ത് 15.5 ഇഞ്ചാണ് ടോട്ടൽ വേണ്ടത്. അപ്പോൾ നമുക്കൊരു 16 ഇഞ്ച് എടുക്കാവേ. 2 സൈഡിലും തയ്യൽ തുമ്പ് കൂട്ടിയിട്ടാണ് ഈ 16 ഇഞ്ച് എടുക്കുന്നത്. എക്സ്ട്രാ ഒരു 1/2 ഇഞ്ച് പടിയും കൂടി നമുക്ക് വേണം. ആദ്യം നമുക്ക് 16 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാവേ. ഇനി ഇവിടെ എത്ര വീതി വേണമെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ചെസ്റ്റിൻ്റെ റൗണ്ട്. നൈസിയുടെ ബസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 34 ആണ്. ഡിവൈഡഡ് ബൈ 4 കൊടുക്കുമ്പോൾ 8.5 വരുന്നത്. ആ 8.5 തന്നെ ഇവിടെ മാർക്ക് ചെയ്താൽ മതി കേട്ടോ. പഫ് സ്ലീവ് ഒന്നും അല്ലാണ്ട് നോർമൽ സ്ലീവ് വരുന്ന കേസിൽ ഈ ഒരു ഇത് കറക്റ്റായിരിക്കുമേ. അപ്പോൾ 8.5 നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴത്തേക്കൊരു 4 ഇഞ്ചാണ് കുറച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു എസ് പോലത്തെ ഒരു ഷേപ്പ് നമ്മൾ വരച്ചു കൊടുക്കും. ഇനി താഴത്തേക്ക് ഈ 8.5 തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് ഇത് ഇവിടെ നമ്മൾ കുട്ടി ഗ്യാദേഴ്സ് ഇങ്ങനെ ഇടാൻ നേരം ഇവിടെ നമുക്ക് കറക്റ്റായിട്ടുള്ള ഇത് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കറക്റ്റ് 8.5 ഇഞ്ച് തന്നെ ഇവിടെ എടുക്കുന്നത്. നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി താഴത്തേക്ക് ഒരു ബാൻഡും കൂടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ബാൻഡിന് വേണ്ടിയിട്ടുള്ള പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 14.5 ഇഞ്ചാണ് നീളം എടുത്തേക്കണത്. വീതി ഒരു 1.5 ഇഞ്ച് വീതിയാണ് എടുത്തേക്കണത് കേട്ടോ. ഒരു ചെറിയ 4 ഇഞ്ച് ബാൻഡാണ് കൊടുക്കണത്. ഇനി നമുക്ക് ആദ്യം തന്നെ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ സ്ലീവിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ സെൻറ്റർ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇവിടെ 2 ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. തയ്യൽ തുമ്പാണ് 2 ഇഞ്ച് എന്ന് പറയുന്നത്. 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ സെൻറ്റർ ഭാഗത്ത് ഈ ഒരു 3 ഇഞ്ചിനകത്ത് നമുക്ക് ഫ്രിൽസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ 3 ഇഞ്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യണം. ഇപ്പുറത്തും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ 3 ഇഞ്ചിനകത്ത് ചെറിയ കുട്ടി കുട്ടി ഗ്യാദേഴ്സ് ഇട്ട് കൊടുക്കാവേ. ചെറിയ ചെറിയ പ്ലീറ്റ്സ് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരടി
യാഥാസാണ് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കുക. അവർ വെട്ടി വെച്ചേക്കുന്ന ഒരു ബാൻഡുണ്ട്. ഈ ബാൻഡ് ഇതിൽ തികയുമോയെന്ന് നോക്കണം. ഫസ്റ്റ് ഒരു ശകലത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഇത്ര കൂടെ നമുക്ക് വേണമെങ്കിൽ യാദേഴ്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇടുന്നില്ല, എനിക്ക് കുട്ടി യാദേഴ്സ് മതി. അപ്പോൾ നമുക്ക് ഒരു ശകലം ഇങ്ങോട്ട് നീക്കി വെച്ച് കൊടുത്താൽ മതിയേ. ഇവിടുന്ന് ഇത് നല്ല വശമാണ്. ഈ റോങ് സൈഡിൽ നല്ല വശം വെച്ചാണ് വെച്ചേക്കുന്നത്. ഇവിടെ ഇത് നല്ല വശമാണ് ഈ ബാൻഡിൻ്റെ. ഇത് റോങ് സൈഡാണ്. ഇങ്ങനെ വെച്ചാണ് നമ്മൾ ബാൻഡ് അടിക്കുന്നത്. ഇനി ഇവിടെ ഒരു ഇതുപോലെ മടക്കിയെടുത്ത് മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. കേട്ടോ, കണ്ടോ, ഇങ്ങനെ കവർ ചെയ്ത് എടുക്കാം. ഇവിടെയും അങ്ങനെ തന്നെ എടുക്കാവേ. ഇതുപോലെ നമുക്ക് മറ്റേ സ്ലീവും ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഈ പീസ് ഇവിടെ ലൈനിങ് ഇട്ട് കൊടുക്കാം കേട്ടോ. 4 പീസുണ്ട്. 4 പീസ് നമുക്ക് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവേ. നല്ല വശമാണ്. നല്ല വശത്ത് വെച്ച് കൊടുക്കണം. ഈ സെൻറ്ററിൽ കട്ട് കൊടുക്കണം. ഇവിടെ കട്ട് കൊടുക്കണം. ഇവിടെ കട്ട് കൊടുക്കണം. ഇവിടെ കട്ട് കൊടുക്കണം. നമ്മൾ കട്ട് ചെയ്ത് നമുക്ക് തിരിച്ചെടുക്കാം. നമുക്ക് നെക്ക് ഫിനിഷായിട്ട് കിട്ടും. ഇനി നമുക്കിതൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഇരുത്തി അടിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ ഞാൻ മൊത്തത്തിൽ അങ്ങോട്ട് പതിച്ചടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് അടിച്ചങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിനൊക്കെ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ കോളർ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം. അപ്പോൾ കഴുത്തൊക്കെ ഓക്കെ അല്ലേ എന്ന് നമ്മളിങ്ങനെ ഒന്ന് വെച്ച് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ, പ്രത്യേകിച്ച് ബിഗിനേഴ്സിന്. നമുക്കറിയില്ലല്ലോ ഇതൊക്കെ നന്നായിട്ടാണോ വന്നേക്കണമെന്ന്. അപ്പോൾ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എല്ലാ സൈഡും ഇതേപോലെ വശങ്ങളിൽ കൂടിയൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണേ. സൈഡ്സൊക്കെ ഇതുപോലെ നമ്മൾ അടിച്ചെടുക്കണം. അപ്പോൾ ഫ്രണ്ടും ബാക്കും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണേ. അങ്ങനത്തെ നമ്മൾ ഫ്രണ്ട് അതുപോലെ അടിച്ചെടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേ നമ്മൾ ബാക്ക് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ബാക്കിൽ നമ്മളിങ്ങനെ കഴുത്ത് അടിച്ച് മറിച്ച് തിരിച്ച് അങ്ങനെയൊന്നും എടുക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ലൈനിങ് അങ്ങ് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഇതുപോലൊന്ന് ലൈനിങ് വെച്ച് എടുക്കാം. അപ്പോൾ അകത്തുള്ള ആ ഒരു എക്സസ് പീസൊക്കെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ സൈഡിൽ കൂടെയൊക്കെ നമുക്കൊന്ന് അടിച്ച് ഇതുപോലെ ഒന്ന് എടുക്കണം കേട്ടോ. സൈഡിൽ കൂടെ അങ്ങനെ അടിച്ചെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്ത് കൊടുക്കാൻ പോവാണ്. നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്ത് എടുക്കുക കേട്ടോ. ഭയങ്കര എളുപ്പമാണ് ഇത് തയ്ക്കാനായിട്ട്. പാറ്റേൺ കാണാൻ അടിപൊളിയാണ്, പക്ഷേ നല്ല എളുപ്പമാണ് തയ്ക്കാനായിട്ട്. ഒരു ചെറിയ 1-2 പ്രൊസീജിയറും കൂടെയൊക്കെ ചെയ്ത് കൊടുത്താൽ അടിപൊളിയായിട്ട് നമുക്ക് ഈ ടോപ്പ് തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തു. ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കോളർ കട്ട് ചെയ്യാൻ പോവാണേ. യോജിപ്പിച്ചെടുത്ത് ഇനി നമ്മൾ കോളർ അറ്റാച്ച് ചെയ്യാൻ പോവാം കേട്ടോ ഇതിൽ. അപ്പോൾ കോളറിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാവേ. നമ്മൾ കോളർ വെക്കാൻ പോവാണ്. കോളർ വെക്കുന്നതിന് മുന്നേ ആയിട്ട് ഇത് ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ടാകണം. ഷോൾഡർ വരെ യോജിപ്പിച്ചതിന് ശേഷം ഇതിങ്ങനെ രണ്ടും ഒരുമിച്ച് ഇങ്ങനെ പിടിക്കണം കേട്ടോ. ഒരുമിച്ച് പിടിച്ചതിന് ശേഷം ഇവിടെ നിന്ന് നമ്മൾ അളവെടുക്കണം. എന്തോരം കോളർ വേണം എന്നുള്ളതാണ് നമ്മളിനി കണ്ടുപിടിക്കാൻ പോണത്. അത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 3.5 ഇഞ്ചാണ് നമ്മൾ എടുത്തിരുന്നത്. 3.5. ഇനി നമുക്ക് എവിടെ വരെ കോളർ വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. എവിടെ വരെ നിനക്ക് കോളർ വേണം? ഇവിടെ വരെ മതിയോ? ഒരു 7 ഇഞ്ച്. നമ്മളത് ഇവിടെ വരെ കേട്ടോ കോളർ വെച്ച് പിടിപ്പിക്കുന്നത്. ഒരു പകുതി വരെ കോളർ വെക്കുന്നുള്ളൂ. അപ്പോൾ 7 ഇഞ്ച് വരെ കോളർ വെക്കുന്നുള്ളൂ. ബാക്കി ഇത് കോളർ ഇല്ലാത്ത പോർഷനായിരിക്കും. അപ്പോൾ നമുക്ക് 7 ഇഞ്ചാണ് നമ്മൾ കണ്ടുപിടിച്ചെടുത്തേക്കുന്നത്. ഇനി നമുക്ക് 7 ഇഞ്ചിൽ കോളറിനുള്ളത് കട്ട് ചെയ്തെടുക്കാവേ. വയ്ക്കാനായിട്ട് നമ്മൾ ഷർട്ട് കോളറിൻ്റെ സ്റ്റിഫാണ് എടുക്കുന്നത്. ഇത് നമ്മൾ രണ്ടായിട്ട് ഇതുപോലെ മടക്കിയിടണം. നമ്മളിത് ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ ഒരെണ്ണം വരച്ചു കൊടുക്കണേ.
സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇനി കോളറിൻ്റെ സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. നമ്മൾ 3 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ നമ്മൾ കഴുത്തകലം എടുത്തേക്കണത് 3.5 ഇഞ്ചല്ലേ. അപ്പം നമ്മൾ 3.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കും കേട്ടോ. 3.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് 7 ഇഞ്ചല്ലേ ഞാൻ പറഞ്ഞത്, 7 ഇഞ്ചാണ് കോളർ. നമുക്ക് 7 ഇഞ്ച് മതിയോ കോളർ? ഉറപ്പാണോ? കോളർ എന്തോരം വരുന്നു? അപ്പം നമ്മൾ 7 ഇഞ്ചാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തെടുത്തെങ്കിലും നൈസിക്ക് ഇച്ചിരി കൂടെ വലിയ കോളർ വേണം എന്ന് അതിൻ്റെ അടുത്ത് പറഞ്ഞ്. അപ്പം നമുക്കൊരു 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കഴുത്തകലം എടുത്താൽ 3.5 അപ്പം 3.5 നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇതേ അറ്റത്തുനിന്ന് തന്നെ 7.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം കേട്ടോ. ഇവിടെ 3 ഇഞ്ചാണ് വരുന്നത്. ഇനി ഇവിടെയും കൂടെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവേ. 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മളൊരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഈ കർവ് ഉപയോഗിച്ചത് ഈ 3.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചതിനകത്തുനിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഇവിടെ നിന്നൊരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെയും മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കോളർ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ കോളർ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോളർ എങ്ങനെ വെക്കും എന്ന് കാണാവേ. ഇനി നമുക്ക് ഈ തുണിയിലേക്ക് ഇത് വെച്ച് അയൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ പശയുള്ള ഭാഗം ഇവിടെയാണ്. നമുക്ക് ഇങ്ങനെ വെച്ചൊന്ന് അയൺ ചെയ്ത് കൊടുക്കാവേ. പൊട്ടിച്ചെടുത്തത് ഇനി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പീസും കൂടി വേണമേ. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കാവേ. ഇനി നമുക്ക് ഈ പീസ് നമ്മൾ എക്സ്ട്രാ മുറിച്ചെടുത്ത പീസോ ഒരെണ്ണം എക്സ്ട്രാ ഇപ്പം വേണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ പീസ് ഇതേപോലെ നല്ല വശവും കൂടെ കേട്ടോ നമ്മൾ ചേർത്ത് വെച്ച് കൊടുത്തേക്കണത്. നല്ല വശവും കൂടി ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുത്തേച്ച് എന്ത് ചെയ്യുക, ത്രികോണം പോലത്തെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പിൻ്റെ അവിടെ മുതലാട്ടോ നമ്മൾ അടിച്ചു തുടങ്ങേണ്ടത്. വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാൻ നേരത്തെ നമുക്ക് കോളർ ഇങ്ങനെ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. രണ്ട് സൈഡിലും നല്ല പീസ് വന്നിട്ട് അങ്ങനെ കിട്ടും. നമുക്ക് ഇതിന് തിരിച്ചാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പം കോളർ തിരിച്ചെടുക്കുന്ന ആ ഒരു വശത്ത് ഞാൻ ഇതുപോലെ ഒരു കട്ടിട്ട് കൊടുക്കുന്നുണ്ട്, നല്ല നീറ്റായിട്ട് തിരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ തയ്യൽ തുമ്പ് മാത്രം ഇട്ടാൽ മതി, അടിച്ച് പിടിപ്പിക്കാനുള്ള തയ്യൽ തുമ്പ് മാത്രം ഇട്ടാൽ മതി. ബാക്കിയുള്ള പീസൊക്കെ നമുക്ക് അന്നേരം വെട്ടിക്കളയാം. അതിനുശേഷം നമ്മളിത് ഇതുപോലെ ഒന്ന് മറിച്ചെടുക്കണം കേട്ടോ. കോളർ ശരിക്കും മറിച്ചെടുക്കാനായിട്ട് നമ്മളൊരു നൂലിട്ടാണ് മറിച്ചെടുക്കുന്നത്. ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ കോളറൊന്നും ചെയ്യാറില്ല, വല്ലപ്പോഴും ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ നൂലൊന്നും ഞാൻ ഇടാറില്ല കേട്ടോ. ഇതേപോലെ നൈസിനങ്ങ് മറിച്ചെടുത്തിട്ട് എന്തെങ്കിലും ഒരു സൂചി പോലുള്ള സാധനം ഇട്ടിങ്ങനെ കുത്തി അറ്റം കൂർപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തതിന് ശേഷം എന്താ ആ ക്യാൻവാസിൻ്റെ മീതയിൽ കൂടി ഇങ്ങനത്തെ എക്സസൈഡ് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഒരു വശം നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടിയേ. ഇനി മറ്റേ അപ്പം അങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കണേ. സെൻറ്റർ മാർക്ക് ചെയ്തെടുത്തിട്ട് ആ ബാലൻസ് ആയിട്ട് ഈ നീണ്ടു നിൽക്കുന്ന പോർഷൻ ഉണ്ടല്ലോ, അതാണ് ഇനി നമ്മൾ മെയിൻ ക്ലോത്തിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സെൻറ്റർ നമ്മൾ കണ്ടുപിടിച്ചെടുത്തു. ഇനി നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ ബാക്കിൻ്റെ സെൻറ്റർ നമ്മളത് ഇതുപോലെ ഒന്ന് കണ്ടുപിടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ സെൻറ്ററും ഇതിൻ്റെ സെൻറ്ററും കൂടെ കണ്ടുപിടിച്ചെടുത്തിട്ട് ആ സെൻറ്ററും കൂടെ ഒന്നിച്ച് ചേർത്ത് വെക്കണം. നല്ല വശവും കൂടാണ് ചേർത്ത് വെച്ചേക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്ങനെയാണ് വെച്ചേക്കുന്നതെന്ന് വീഡിയോയിൽ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും, അതുപോലെ നിങ്ങൾ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു സെൻറ്റർ കട്ട് ചെയ്ത് അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഇതുപോലെ ഒന്ന് കറക്കി എടുത്ത് നമ്മൾ കൊടുക്കുവാണ്. അങ്ങനെ നമുക്കത് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കണം. നിങ്ങൾ കുറച്ച് ക്ഷമയോടെ ചെയ്യണം കേട്ടോ. കോളർ നമുക്ക് അടിപൊളിയായിട്ട് വെച്ചെടുക്കാവേ, നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് കയറ്റി വെച്ച് കറക്റ്റായിട്ട് ആ തയ്യൽ തുമ്പ് മാത്രമേ നമ്മൾ ഇടാവുള്ളേ. അങ്ങനെ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ കെട്ടിട്ട് കേട്ടോ നമ്മൾ എടുക്കുന്നത്.
അപ്പോൾ നമ്മൾ വൺ സൈഡ് അടിച്ചു കഴിഞ്ഞു. ഇനി ഇതുപോലെ തന്നെ മറ്റേ സൈഡ് നമുക്ക് അടിച്ചു കൊടുക്കാവേ. സെൻറ്ററിൽ നിന്നാണ് നമ്മൾ അടിച്ചു തുടങ്ങുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ കോളർ കയറി ഇറങ്ങിയൊന്നും പോകാതിരിക്കാനായിട്ടാണ് സെൻറ്ററിൽ നിന്ന് തന്നെ നമ്മൾ അടിച്ചു തുടങ്ങുന്നത്. അപ്പോൾ മറ്റേ സൈഡ് കഴിഞ്ഞു. ഇനി മറ്റേ അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡും കൂടെ ഇതുപോലെ നമുക്കൊന്ന് അടിച്ചെടുക്കാവേ. അടിച്ചെടുത്ത് കെട്ടിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ വൺ സൈഡ് നമ്മൾ ഓൾറെഡി നീറ്റായിട്ട് അടിച്ച് കഴിഞ്ഞു. ഇനി ജസ്റ്റ് അതൊന്ന് തിരിച്ച് വെച്ചിട്ട് ഒരൊറ്റ അടിപ്പ് കൊടുത്താൽ നമ്മുടെ കോളർ അടിപൊളിയായിട്ട് വരും കേട്ടോ. അതെ, നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ഇതുപോലെ അങ്ങോട്ട് ആ റോ എഡ്ജൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വെച്ച് കൊടുക്കണേ. കണ്ടോ, ഇതുപോലെ ഉള്ളിലോട്ട് കയറ്റി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അടിച്ചെടുക്കാം. ഇത് ഒറ്റ ടേക്കിൽ ഇനിയിപ്പോൾ അടിച്ചെടുത്ത് എടുക്കാം കേട്ടോ. ഇതുപോലെ വെച്ച് കെട്ടിയിട്ട് നന്നായിട്ട് ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. നല്ല നീറ്റായിട്ട് ഇതുപോലെ നമുക്ക് വെച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കോളർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എല്ലാം സിമ്പിളാണ്. നമ്മൾ സാധാരണ നോർമൽ ടോപ്പ് തയ്ക്കുന്ന പോലെ, എ ലൈൻ ടോപ്പ് തയ്ക്കുന്ന പോലെ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാവേ. സ്ലീവും വെച്ച് ഫിനിഷ് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ കോളർ ദേ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് നമുക്ക് കോളർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് പിടിപ്പിച്ചെടുക്കാവേ. അപ്പോൾ സ്ലീവ് പിടിപ്പിക്കുന്നതിന് മുന്നേ തന്നെ സ്ലീവ് നമ്മളൊന്ന് കുഴിച്ച് വെട്ടിക്കൊടുക്കും. ഞാൻ ഈ ഒരു സമയത്തായിരിക്കും സ്ലീവ് കുഴിച്ച് വെട്ടുന്നത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് മാറിയൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്ലീവ് പിടിപ്പിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടായിരിക്കും കേട്ടോ ഇതുപോലെ ഒന്ന് കുഴിച്ച് വെട്ടിക്കൊടുക്കുന്നത്. പിന്നെ നന്നായിട്ടൊന്ന് കുഴിച്ച് വെട്ടി കൊടുക്കണേ. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ സ്ലീവിനൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് കുഴിച്ച് വെട്ടി കൊടുത്തില്ല എങ്കിൽ ഇങ്ങനെ തൂങ്ങി കിടക്കും സ്ലീവ് ഫ്രണ്ടിൽ മാത്രമായിട്ട്. അപ്പോൾ അങ്ങനെ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കുഴിച്ച് വെട്ടി കൊടുക്കണം. അപ്പോൾ നമ്മൾ സ്ലീവ് പിടിപ്പിക്കുമ്പോൾ ഇതുപോലെ തന്നെ നേരത്തെ പിടിപ്പിച്ച പോലെ തന്നെ സെൻറ്റർ നോക്കിയാണ് കേട്ടോ പിടിപ്പിച്ച് തുടങ്ങുന്നത്. സെൻറ്ററിൽ നിന്ന് പിടിപ്പിച്ചില്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ സെൻറ്ററിൽ നിന്ന് ഇതുപോലെ പിടിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ രണ്ട് സ്ലീവ് നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. സ്ലീവ് അങ്ങനെ അറ്റാച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ലൈനിങ് ഒന്ന് മടക്കി അടിച്ച് കൊടുത്തു കേട്ടോ. ലൈനിങ് മടക്കി അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പും കൂടെ വരച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഓരോ വശത്തെ റൗണ്ട് ഉണ്ടല്ലോ, ചെസ്റ്റ് റൗണ്ട്, വേസ്റ്റ് റൗണ്ട്, ഹിപ്പ് റൗണ്ട്, ആ റൗണ്ടെല്ലാം നമ്മൾ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ അതേ മെഷർമെൻറ്റിൻ്റെ ലെങ്ത് എടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതെ, ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി മറ്റേ സൈഡിൽ നമുക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ അപ്പുറത്തെ സൈഡിലും കൂടെ മാർക്ക് ചെയ്ത് എടുത്ത് കൊടുത്തിട്ട് ആം ഹോളൊക്കെ കറക്റ്റ് അല്ലേ എന്ന് നിങ്ങൾ ഈ ഒരു സമയത്ത് നോക്കണം. കറക്റ്റാണോ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ എൻഡിൽ നിങ്ങൾക്ക് എത്ര വേണം, കുറച്ച് ലൂസിട്ടൊക്കെയാണ് ഞാൻ ഐസിക്ക് എടുത്തേക്കുന്നത്. ലൂസായിട്ട് കിടക്കുന്നതായിരിക്കും ഈ പാറ്റേണിന് നല്ലത്. അപ്പോൾ അതായത് നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി മറ്റേ സൈഡിൽ നമ്മൾ അതുപോലെ തന്നെ ഒന്ന് വരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം. നമ്മുടെ ടോപ്പ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഷേപ്പും കൂടെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇട്ട് നോക്കാം. അടിയും കൂടെ മടക്കി അടിച്ചെടുത്താൽ മതിയേ. അപ്പോൾ നമ്മൾ ഈ സമയത്ത് എല്ലാ പീസും ഒരുമിച്ച് ഇതുപോലെ തന്നെ ഒന്ന് പിടിച്ചെടുക്കണം കേട്ടോ. എടുത്തിട്ട് വേണം ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കോളർ പാറ്റേൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഇട്ട് കാണുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാവേ. നല്ലൊരു ടോപ്പായിരുന്നു കേട്ടോ. നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുമ്പോൾ ആ ചുളിവുകളൊക്കെ അങ്ങ് മാറിക്കോളുവേ. എങ്ങനെയുണ്ടോയെന്ന് നോക്കിക്കുക. അടിപൊളിയായിട്ടുള്ള ടോപ്പല്ലേ. ഇൻവേർട്ടഡ് ബോക്സ് പ്ലേറ്റിൻ്റെ സൂപ്പറായിട്ടുള്ളൊരു ടോപ്പാണ്. അപ്പോൾ എല്ലാവരും സ്റ്റിച്ച് ചെയ്ത് നോക്കണം കേട്ടോ.